जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 5-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 5-ാമത്തെ അധ്യായത്തിലെ 93-ാമത്തെ ശ്ലോകം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷ്ണുവിനെ കുറിച്ചാണ്. ഭഗവാൻ ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ വിസ്തരണമാണ്. അംശത്തിൻ്റെ അംശം അല്ലേ. കൃഷ്ണൻ്റെ എക്സ്പാൻഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വിസ്തരണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ബലരാമൻ, ആ ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു, തമ്മിൽ വ്യത്യാസമില്ല. കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതിനുശേഷം ചതുർവ്യൂഹം, പിന്നെ മൂലസംഘർഷണിൽ നിന്ന് ശ്രീമൻ നാരായണനിൽ നിന്ന് പിന്നെ വീണ്ടും ചതുർവ്യൂഹം. അവിടെ മഹാസംഘർഷണൻ വരുന്നു. മഹാസംഘർഷണിൽ നിന്ന് കാരണോദക സായി വിഷ്ണു, ഗർഭോദക സായി വിഷ്ണു, അങ്ങനെ ക്ഷീരോദക സായി വിഷ്ണു. അങ്ങനെയാണ് എക്സ്പാൻഷൻസ് വരുന്നത് അല്ലേ. അപ്പോൾ കാരണോദക സായി വിഷ്ണു ആണ് ഭൗതിക ലോകം ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നതൊക്കെ അദ്ദേഹമാണ്. ഇവിടെ ആക്ച്വലി ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തും അത് തന്നെയാണ്. എങ്ങനെയാണ് ശ്രീ നിത്യാനന്ദ പ്രഭു അല്ലെങ്കിൽ എങ്ങനെയാണ് കാരണോദക സായി വിഷ്ണു നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശത്തിൻ്റെ അംശമാണെന്ന് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഡീറ്റെയിൽസ് കുറേ പറഞ്ഞു. ഇവിടെയും ഇനി ഗർഭോദക സായി വിഷ്ണുവിനെ കുറിച്ച് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ മഹാപുരുഷൻ അല്ലെങ്കിൽ കാരണോദക സായി വിഷ്ണുവിനെ കുറിച്ചാണ്
ചർച്ച ചെയ്തത്. ഇനി ഇവിടെ പറയുന്നു എങ്ങനെയാണ് ഗർഭോദക സായി വിഷ്ണു എന്ന് പറയുന്നത് നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശത്തിൻ്റെ അംശമാണെന്നുള്ളത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. 93-ാമത്തെ ശ്ലോകം മുതൽ 108-ാമത്തെ ശ്ലോകം വരെ നോക്കാം. യസ്യാംശാംശാ ശ്രീലഗർഭോദശായി യന്നാഭിയബ്ജം ലോകസംഘാതനാളം ലോകസ്രഷ്ടു സൂതിക ധാമധാതുസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. മനോഹരമായിട്ടുള്ള ശ്ലോകം. നിത്യാനന്ദ പ്രഭുവിൻ്റെ പ്രണാമന്ത്രം. യെസ്, ആരെങ്കിലും വായിക്കുന്നോ? ഹരേ കൃഷ്ണ. യെസ്, വായിച്ചു മാതാജി. മാതാജി വായിച്ചോ? ഹരേ കൃഷ്ണ. യസ്യാംശാംശാ ശ്രീലഗർഭോദശായി യന്നാഭ്യബ്ജം ലോകസംഘാതനാളം ലോകസൃഷ്ടും സൂതിഗാധാമധാതുസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം. യെസ്, വിവർത്തനം ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നു? ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഗർഭോദകശായി വിഷ്ണു ആരുടെ അംശാംശ വിസ്തരണമാണോ ആ നിത്യാനന്ദ രാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. വിശ്വപ്രപഞ്ചത്തിന്റെ നിർമ്മാണ വിദഗ്ധനായ ബ്രഹ്മാവിന്റെ ജനനസ്ഥലമായ താമര ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് അങ്കുരിക്കുന്നു. ആ താമരയുടെ നാളമാണ് ലോക സമുച്ചയങ്ങളുടെ വിശ്രമസ്ഥാനം. ഭാവാർത്ഥം. ആരാണോ പ്രത്യുമ്നൻ അവിടുന്ന് തന്നെയാണ് അനിരുദ്ധൻ എന്നും മഹാഭാരതം ശാന്തി പർവ്വത്തിൽ പറയുന്നു. അവിടുന്ന് ബ്രഹ്മാവിന്റെ പിതാവുമാണ്. അപ്രകാരം ഗർഭോദകശായി വിഷ്ണുവും ക്ഷീരോദകശായി വിഷ്ണുവും പത്മ പുഷ്പത്തിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവിന്റെ ആദിമ അവതാരമൂർത്തിയായ പ്രത്യുമ്നനിൽ നിന്ന് ഭിന്നരല്ലാത്ത അവിടുത്തെ സമഗ്ര വിസ്തരണങ്ങളാണ്. ബ്രഹ്മാവിന് ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭരണനിർവഹണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രത്യുമ്നനാണ്. ബ്രഹ്മാവിന്റെ ജനനത്തിന്റെ ഒരു പൂർണ്ണ വിവരണം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. 3:8-15-16. ലഘുഭാഗവതാമൃതത്തിൽ ത്രിപുരുഷന്മാരുടെ സവിശേഷതകളുടെ വിസ്തരണത്തിൽ ഗർഭോദകശായി വിഷ്ണുവിന് ചതുർഭുജ രൂപമുണ്ടെന്നും അവിടുന്ന് തന്നെ ബ്രഹ്മാണ്ടത്തിന്റെ ശൂന്യമായ അന്തർഭാഗത്ത് പ്രവേശിച്ച് ക്ഷീരസാഗരത്തിൽ ശയിക്കുമ്പോൾ ദേവന്മാരുൾപ്പെടെയുള്ള എല്ലാ ജീവസത്തുക്കളുടെയും പരമാത്മാവായി ക്ഷീരോദകശായി വിഷ്ണുവായി അറിയപ്പെടുന്നുവെന്നും പറയുന്നു. മൂന്നാമത്തെ പുരുഷാവതാരമായ ക്ഷീരോദകശായി വിഷ്ണു പരമാത്മാവായി എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതായി ധാതുതന്ത്രത്തിലും പറയുന്നു. അവിടുന്ന് ലീലകൾക്ക് വേണ്ടിയുള്ള ഗർഭോദകശായി വിഷ്ണുവിന്റെ ഒരു വിസ്തരണമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ പ്രണാമന്ത്രമാണ്. ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നത് ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശത്തിൻ്റെ അംശാംശ അവതാരമാണ്. ആ ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്ന ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശാംശ അവതാരമാണ്. ആ ഗർഭോദകശായി വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ്, നാഭിയിൽ നിന്നാണ് പത്മം വരുന്നത്. അവിടെയാണ് ശ്രീ ബ്രഹ്മദേവൻ അദ്ദേഹം ജനിക്കുന്നത് അല്ലേ. പിന്നെ ബ്രഹ്മദേവൻ ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹമാണ് വിസർഗം ചെയ്യുന്നത്. സർഗം ഭഗവാൻ വിഷ്ണു ചെയ്തതിന് ശേഷം സെക്കൻഡറി ക്രിയേഷൻ ചെയ്യുന്നത് ബ്രഹ്മാവാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആ ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ ആ താമരത്തണ്ട് എന്ന് പറയുന്നത് അവിടെയാണ്. ആ താമരത്തണ്ടിലാണ് 14 ലോകങ്ങളും ഉള്ളത്. ഈ എല്ലാവിധ പ്ലാനറ്റുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ആക്ച്വലി അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഇരിക്കുന്നത്. ആരിയ്ക്കുന്നു? ബ്രഹ്മാവിരിക്കുന്നു.
ബ്രഹ്മാവ് ജനിച്ചതിന് ശേഷം ബ്രഹ്മാവ് എന്ത് ചെയ്തു? അദ്ദേഹം താഴോട്ട് പോയി. എവിടെ നിന്ന് ഇത് തുടങ്ങുന്നു എന്നറിയാൻ വേണ്ടി അദ്ദേഹം താഴോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് എവിടെയും എത്താൻ സാധിച്ചില്ല. നമുക്കറിയാം, കുറേ പോയി. അദ്ദേഹം അതിനുശേഷം എത്രയോ 10,000-കണക്കിന് വർഷങ്ങൾ അദ്ദേഹം അന്വേഷിച്ചു പോയി, ഇതിൻ്റെ അറ്റം എവിടെയാണെന്ന് നോക്കി. പക്ഷേ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അത് തിരിച്ചു വന്ന് അദ്ദേഹം പിന്നെ തപസ്യ ചെയ്യുന്നു. തപസ്യ ചെയ്തപ്പോൾ ഭഗവാൻ അശരീരിയിലൂടെ ബ്രഹ്മാവിന് നിർദ്ദേശം കൊടുക്കുന്നു. എല്ലാവിധ അറിവുകളും ജ്ഞാനവും ഭഗവാൻ പകർന്നു കൊടുക്കുന്നു ബ്രഹ്മാവിന്. പിന്നീട് ബ്രഹ്മാവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ബാക്കിയെല്ലാം ചെയ്യുന്നു. ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ പറയുന്നുണ്ട് പ്രദ്യുമ്നൻ തന്നെയാണ് അനിരുദ്ധൻ എന്നുള്ളത്. അതായത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രദ്യുമ്നനിൽ നിന്നാണ് അനിരുദ്ധൻ വരുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഇതിലാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ കാരണോദകസായ വിഷ്ണുവിൽ നിന്ന് ഗർഭോദകസായ വിഷ്ണു വരുന്നു, ഗർഭോദകസായ വിഷ്ണുവിൽ നിന്ന് ക്ഷീരോദകസായ വിഷ്ണു വരുന്നു. തത്വത്തിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, അവരൊന്നു തന്നെയാണ് ശരിക്കും. പക്ഷേ പല റോളുകളുണ്ട് അവർക്ക്. അതാണ്, പല റോളുകൾ വ്യത്യാസമുണ്ട്. ആളുകളെല്ലാം ഒന്ന് തന്നെയാണ്. അതേപോലെ ഇവിടെ പറയുന്നു, വേറൊരു ഇൻഫർമേഷൻ കൂടെ ശ്രീല പ്രഭുപാദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രദ്യുമ്നനാണ് ഇവിടെ ബ്രഹ്മാവിന് നിർദ്ദേശം കൊടുക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിന് നിർദ്ദേശം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ, അല്ലേ? അപ്പോൾ പ്രദ്യുമ്നനാണെങ്കിലും അനിരുദ്ധനാണെങ്കിലും ഇവരൊക്കെ നമുക്കറിയാം, ഇവരൊക്കെ ചതുർവ്യൂഹങ്ങളാണ്. അവരുടെ രൂപം ചതുർഭുജമൂർത്തികളാണ്. അവരെല്ലാവരും വിഷ്ണു സ്വരൂപങ്ങളാണ് ബേസിക്കലി. സോ ചതുർഭുജനായിട്ടുള്ള പ്രദ്യുമ്നൻ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ രൂപമാണ് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും ബ്രഹ്മാവിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞാലും നാരായണൻ എന്ന് പറഞ്ഞാലും വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവരും ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങളാണ്, അല്ലെങ്കിൽ ആൾ ഒന്ന് തന്നെയാണ്. കേട്ടിട്ടുണ്ടാവും, വൈകുണ്ഠത്തിൽ ഒരുപാട് അതായത് അസംഖ്യം പ്ലാനറ്റുകളുണ്ട്. അവിടെ ഓരോ പ്ലാനറ്റിനകത്തും, വൈകുണ്ഠ പ്ലാനറ്റ്സിനകത്തും ഭഗവാന്റെ പല പല വിസ്തരണങ്ങളുണ്ട്. അവിടെ ചതുർഭുജനായിട്ടുള്ള വിഷ്ണുവിൻ്റെ എക്സ്പാൻഷൻസ് തന്നെയാണ്, അല്ലെങ്കിൽ നാരായണൻ്റെ എക്സ്പാൻഷൻസ് തന്നെയാണ് ചതുർഭുജനായിട്ടുള്ള അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, ദാമോദരൻ, അങ്ങനെ ഒരുപാട് ഓരോ ഗ്രഹങ്ങളിൽ ഓരോരുത്തരുണ്ട്. അങ്ങനെ അത് ഒരുപക്ഷെ നമ്മുടെ ഗോലോക ചാർട്ട് എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് കാണാം അനേക കോടി. ഈവൻ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധമാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഓർമ്മയിൽ അത് ഗോലോക വൃന്ദാവനമാണോ അതോ വൈകുണ്ഠമാണോ എന്നറിയില്ല. എന്താണെങ്കിലും അനേക കോടി വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അതിൽ ഓരോ ലോകങ്ങളിലും ഭഗവാന്റെ പല പല വിസ്തരണങ്ങളുണ്ട്. അതാണ്. പിന്നെ ശില രൂപഗോസ്വാമി ലഘുഭാഗവതാമൃതത്തിലും പറയുന്നു, ഗർഭോദകസായ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗർഭോദകസായ വിഷ്ണു, അദ്ദേഹത്തിൽ നിന്നാണ് ക്ഷീരോദകസായ വിഷ്ണു വരുന്നത് എന്നുള്ളത്. ഗർഭോദകസായ വിഷ്ണു അദ്ദേഹം ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നെ ഓരോ ആറ്റത്തിനകത്തേക്കും അല്ലെങ്കിൽ ഓരോ കണത്തിനകത്തേക്കും അദ്ദേഹത്തിൻ്റെ എക്സ്പാൻഷനായിട്ടുള്ള ക്ഷീരോദകസായ വിഷ്ണുവാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ക്ഷീരോദകസായ വിഷ്ണുവാണ് പിന്നെ പല ലീലകളും ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം അവതാരങ്ങളെടുത്ത് വരുമ്പോൾ, കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു വരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതെല്ലാം ക്ഷീരോദകസായ വിഷ്ണുവാണ്. ക്ഷീരോദകസായ വിഷ്ണുവാണ് പിന്നീട് ലീല അവതാരങ്ങളൊക്കെ വരുന്നത് അദ്ദേഹത്തിൽ നിന്നാണ് ബേസിക്കലി, ഭഗവാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ? കൃഷ്ണൻ നേരിട്ട് വരുമ്പോൾ എങ്ങനെയാണ്? കൃഷ്ണൻ നേരിട്ട് വരുമ്പോൾ കൃഷ്ണൻ നേരിട്ട് വരും. അദ്ദേഹത്തിന് വിഷ്ണുവിലൂടെ, എന്നാലും ഒരു എംബസി പോലെയാണ് ക്ഷീരോദകസായ വിഷ്ണു. ക്ഷീരോദകസായ വിഷ്ണുവിലൂടെ അല്ലെങ്കിൽ ആ എംബസിയിലൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടാണ് വരിക. അതുകൊണ്ട് പലപ്പോഴും ചിലവർ തെറ്റിദ്ധരിക്കും കൃഷ്ണൻ വിഷ്ണുവിൻ്റെ എക്സ്പാൻഷനാണ് എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല സംഭവം.
ഒരു എംബസി ഉണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന് എംബസി ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി അവിടെ ആ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത്, വേറെ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ എംബസിയിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അത്രയേ ഉള്ളൂ. അതേപോലെ ക്ഷീരോദക സായി വിഷ്ണുവിൻ്റെ ലോകമാണ് ഇവിടെ. ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും നമുക്കറിയാം, ധ്രുവലോകത്തിൻ്റെ അടുത്ത് ക്ഷീരസാഗരമുണ്ട്, അവിടെ ക്ഷീരോദക സായി വിഷ്ണു ഉള്ളത്. അവിടെ നിന്നാണ് പിന്നെ എക്സ്പാൻഷൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇവർ ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരൊക്കെ പോയി കംപ്ലൈൻറ്റ് പറയുന്നത് ഇദ്ദേഹത്തോടാണ്, ക്ഷീരോദക സായി വിഷ്ണുവിനോടാണ്. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് ഞാൻ ഉടനെ തന്നെ അവതരിക്കും എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം അവതരിക്കുന്നു. അങ്ങനെയാണ്. ഓക്കെ, അടുത്ത ശ്ലോകം. സേയിത പുരുഷ 94. സേയിത പുരുഷ അനന്ത ബ്രഹ്മാണ്ഡ സൃജിയ സഭ അണ്ഡേ പ്രവാശിലെ ബഹുമൂർത്തിഹായ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സേയിത പുരുഷ അനന്ത ബ്രഹ്മാണ്ഡ സൃജിയ സഭ അണ്ഡേ പ്രവേശില ബഹുമൂർത്തിഹന. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാ ശീല പ്രഭുപാദ് കി ജയ്. ദശലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടിക്കു ശേഷം പ്രഥമ പുരുഷൻ ശ്രീ ഗർഭോദക സായി വിഷ്ണുവായി അവയിൽ ഓരോന്നിലും പ്രവേശിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ആദ്യത്തെ പുരുഷൻ ആരാണ്? ആദ്യത്തെ പുരുഷ അവതാരം കാരണോദക സായി വിഷ്ണു. ആ കാരണോദക സായി വിഷ്ണു ആണ്, അദ്ദേഹമാണ് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തേക്കും, അതാണ് ഇവിടെ പറയുന്നത്, ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തേക്കും പ്രവേശിക്കുന്നു. ആരായിട്ടാണ്? ഗർഭോദക സായി വിഷ്ണുവായി. ഭീതരെ പ്രവേശിദേക്കെ സബ അന്ധകാര രഹിതേ നാഹി കസ്ഥാന കറില വിചാര. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഭീതരെ പ്രവേശിതേ സഭ അന്ധകാര രഹിതേ നാഹി സ്ഥാന കരില വിചാര. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രപഞ്ചത്തിൽ പ്രവേശിച്ചപ്പോൾ വസിക്കാൻ ഒരു സ്ഥലവും ഇല്ലാത്ത വിധം എങ്ങും തിങ്ങി നിറഞ്ഞ അന്ധകാരം മാത്രമാണ് അവിടുന്ന് ദർശിച്ചത്. അതിനാൽ അവിടുന്ന് വിചിന്തനം ചെയ്യുവാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിഷ്ണു, ഗർഭോദക സായി വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തേക്കും കയറുന്നു എന്ന് പറഞ്ഞു അല്ലേ. അദ്ദേഹം ബ്രഹ്മാണ്ടത്തിനകത്തേക്ക് കയറിയതിന് ശേഷം നോക്കുമ്പോൾ അവിടെ അന്ധകാരം മാത്രമാണ്. അദ്ദേഹം പിന്നെ ചിന്തിക്കുകയാണ് ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ആദ്യം ഭഗവാൻ കയറുന്നു, ഭഗവാൻ വരുന്നു, അതിനുശേഷമാണ് ഇനി അടുത്ത കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഓക്കെ. 96. നിജാംഗ സ്വേദ ജല കരില സൃജന സെയ് ജലെ കൈല അർദ്ധ ബ്രഹ്മാണ്ഡ ഭരണ. ഹരേ കൃഷ്ണ. നിജാംഗ സ്വേദ ജല കരില സൃജന സെയ് ജലെ കൈല അർദ്ധ ബ്രഹ്മാണ്ഡ ഭരണ. വിവർത്തനം. എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്പോൾ അവിടുന്ന് സ്വശരീരത്തിലെ വിയർപ്പ് കൊണ്ട് ജലമുണ്ടാക്കുകയും ആ ജലത്താൽ ബ്രഹ്മാണ്ടത്തിന്റെ പകുതി ഭാഗം നിറയ്ക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ഗർഭോദക സായി വിഷ്ണു അദ്ദേഹം ആദ്യം ബ്രഹ്മാണ്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആ വെള്ളം ശരിക്കും പറയുകയാണെങ്കിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ പകുതി മുഴുവനും നിറയ്ക്കുന്നു. എന്നിട്ട് അതിലാണ് ഗർഭോദക സായി വിഷ്ണു ശയിക്കാൻ പോകുന്നത്, കിടക്കാൻ പോകുന്നത്. മനോഹരം. ഇപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പ് അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് ഭഗവാന്റെ വിയർപ്പ് നമ്മുടെ പോലെയല്ല. നമ്മുടെ വിയർപ്പിന് ദുർഗന്ധം മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ വിയർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമൃതാണ്. സുഗന്ധവും അമൃതവും മധുരവും ഒക്കെയുള്ള അങ്ങനെയാണ്. ഓഷ്യൻ അല്ലെങ്കിൽ ഗർഭോദക എന്ന് പറയുന്ന ആ ഒരു സമുദ്രം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നു. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്.
അടുത്ത ശ്ലോകം 97. ബ്രഹ്മാണ്ട പ്രമാണ പഞ്ചശത് കോടി യോജന ആയാമ വിസ്താര ദ്വൈഹായ ഏകസമ. ഹരേ കൃഷ്ണ. ബ്രഹ്മാണ്ട പ്രമാണ പഞ്ചാശത് കോടി യോജന ആയാമ വിസ്താര ദ്വൈഹായ ഏകസമ. വിവർത്തനം by His Divine Grace A.C. Bhaktivedanta Swami Prabhupada Srila Prabhupada ki Jai. ബ്രഹ്മാണ്ടത്തിന്റെ അളവ് 500 ദശലക്ഷം യോജനയാണ്. അതിന്റെ നീളവും വീതിയും ഒരുപോലെയാണ്. ഹരേ കൃഷ്ണ. 500 ദശലക്ഷം യോജന. 500 ദശലക്ഷം യോജനയാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ നീളവും വീതിയും. ഒരു യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മൈല്. അങ്ങനെ 500 ദശലക്ഷം അതിൻ്റെ നീളവും അതിൻ്റെ വീതിയും. എന്തായിരിക്കും അവസ്ഥ? എത്ര വലുപ്പമുണ്ടെന്ന് ചിന്തിച്ച് നോക്കൂ. ബ്രഹ്മാണ്ടം മുഴുവൻ, ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ കഥയാണ് പറയുന്നത് ഇവിടെ. ഓക്കെ. ജലേ ഭാരി അർദ്ധതാഹ കൈല നിജവാസ ആര അർദ്ധേ കൈല 14 ഭുവന പ്രകാശ. ഹരേ കൃഷ്ണ. ജലേ പരി അർത്ഥാതാൻഹ കൈല നിജവാസ ആര അർത്ഥേ കൈല 14 ഭുവന പ്രകാശ. വിവർത്തനം ഭവത്തം ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ബ്രഹ്മാണ്ടത്തിന്റെ പകുതി ഭാഗം ജലത്താൽ നിറച്ച ശേഷം അവിടെ സ്വവസതി സ്ഥാപിക്കുകയും മറ്റേ പകുതിയിൽ 14 ലോകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതം 2-ാം സ്കന്ധം 5-ാം അധ്യായത്തിൽ 14 ലോകങ്ങൾ എണ്ണി പറയുന്നുണ്ട്. 1 ഭൂ, 2 ഭുവർ, 3 സ്വർ, 4 മഹർ, 5 ജന, 6 തപ, 7 സത്യ. ഇവയാണ് ഉപരിലോകങ്ങൾ. 7 അധോലോകങ്ങൾ. 1 തലം, 2 അതലം, 3 വിതലം, 4 നിതലം, 5 തലാതലം, 6 മഹാതലം, 7 സുതലം എന്നിവയാണ്. അധോലോക ഗ്രഹങ്ങൾ മൊത്തത്തിൽ പാതാളം എന്ന് വിളിക്കപ്പെടുന്നു. ഉപരിഗ്രഹങ്ങളിൽ ഭൂ, ഭുവർ, സ്വർ ചേർന്നുള്ള ലോകത്തെ സ്വർഗലോകമെന്നും ബാക്കിയുള്ളവ മർത്യലോകമെന്നും വിളിക്കപ്പെടുന്നു. മുഴുവൻ പ്രപഞ്ചവും ചേർന്ന് അപ്രകാരം ത്രിലോകങ്ങൾ എന്നറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ഗർഭോദക സായി വിഷ്ണു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം വന്നതിന് ശേഷം ബ്രഹ്മാണ്ടത്തിൻ്റെ പകുതി മുഴുവനും വെള്ളമാവുന്നു. അതിൻ്റെ മുകളിൽ അവിടെയാണ് പിന്നെ അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടായി മാറുന്നു. അദ്ദേഹം ശയിക്കുന്നത്. പിന്നീടുള്ള പകുതി ഭാഗത്ത് ആണ് ഈ 14 ലോകങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഭഗവാൻ അവിടെ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ്. ബാക്കിയുള്ള ഭാഗത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. 14 ലോകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അപ്പർ പ്ലാനറ്ററി സിസ്റ്റം മുകളിലുള്ളത് ഭൂഭുവർ സ്വർ മഹർ ജനസ്തപസത്യ. പിന്നെ താഴെ തല വിത്തല തല അത്തല വിത്തല നിത്തല തലാതല മഹാതല സുതല. ഇതെല്ലാം താഴെ. അത് അവിടെ താഴെയുള്ളതിനെ പാതാളം എന്നും പറയും. അപ്പോൾ ഇത് താഴെയുള്ള ലോകങ്ങളെ പാതാളം എന്നും പറയും. ഉപരി ലോകങ്ങളെ ഭൂമിക്ക് അല്ലെങ്കിൽ ഭൂമണ്ഡലത്തിന് മുകളിലുള്ളതിനെ സ്വർഗം എന്നും സ്വർഗലോകം എന്ന് പറയും. അങ്ങനെയാണ്. ഈ സ്വർ എന്ന് പറയുന്ന ലോകത്താണ് ഇന്ദ്രനും ഇന്ദ്രദേവനും ഒക്കെ ഇരിക്കുന്നത്. ഈ ഭൂവർ ലോകമൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് വേറെ ആളുകളൊക്കെ ഉണ്ട്. ഗന്ധർവന്മാരും അങ്ങനെയുള്ള കിന്നരന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഭൂമിയേക്കാൾ മുകളിലാണ്. ഭൂമിയുടെ മുകളിലുള്ള 7 ലോകങ്ങൾ മുകളിൽ താഴെയുണ്ട്. നമ്മളെ ഏകദേശം നടുക്കാണ് വരുന്നത്. അങ്ങനെ 14 ലോകങ്ങൾ. താഹായ് പ്രകട കൈല വൈകുണ്ഠ നിജധാമ ശേഷേശായന ജലേ കരില വിശ്രമ. ഹരേ കൃഷ്ണ. താങ്കായ് പ്രകട കൈല വൈകുണ്ഠ നിജധാമ ശേഷാശയന ജലേ കരില വിശ്രാമ. വിവർത്തനം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുന്ന് സ്വധാമമായ വൈകുണ്ഠം പ്രകടമാക്കുകയും ജലത്തിൽ അനന്തശേഷശയ്യയിൽ വിശ്രമിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠ ലോകത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നു. ഗർഭോദക സായി വിഷ്ണു ഇരിക്കുന്ന സ്ഥലം ആണ് പറയുന്നത്.
അങ്ങനെ അദ്ദേഹം ആ ശേഷനാഗത്തിൻ്റെ മുകളിൽ അദ്ദേഹം കിടക്കുന്നു. അദ്ദേഹം അവിടെയാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ സ്ഥലം, വൈകുണ്ഠം. അപ്പോൾ അതാണ്. അപ്പോൾ ഗർഭോദക സായി വിഷ്ണു ഇരിക്കുന്നതും ഭഗവാൻ എവിടെയുണ്ടോ അത് ധാമാണ് അല്ലേ. അത് ഗർഭോദക സായി വിഷ്ണു ഇരിക്കുന്ന സ്ഥലവും വൈകുണ്ഠം തന്നെയാണ്. ക്ഷീരോദക സായി വിഷ്ണു ഇരിക്കുന്നതും എല്ലാം ഭഗവാൻ ഇരിക്കുന്ന സ്ഥലങ്ങളെ നമുക്ക് വൈകുണ്ഠമെന്ന് വിളിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. 100-101. ഓക്കെ. അനന്ത ശയാത്തെ താഹ കരില ശയന സഹസ്രമസ്തക താര സഹസ്രവദന സഹസ്രചരണ ഹസ്ത സഹസ്രനയന സർവ അവതാര ബീജ ജഗത്കാരണ. ഹരേ കൃഷ്ണ. അനന്തശയ്യാദേതന കരില ശയന സഹസ്രമസ്തകതാര സഹസ്രവദന സഹസ്രചരണ ഹസ്ത സഹസ്രനയന സർവ അവതാര ബീജ ജഗത്കാരണ. വിവർത്തനം and ഭാവാർത്ഥം by His Divine Grace A.C. Bhaktivedanta Swami Prabhupada Srila Prabhupada Ki Jai. വിവർത്തനം. അവിടുന്ന് അനന്തനെ ശയ്യയാക്കി ശയിച്ചു. അനന്ത ഭഗവാൻ ആയിരക്കണക്കിന് ശിരസ്സുകൾ, ആയിരക്കണക്കിന് മുഖങ്ങളും, ആയിരക്കണക്കിന് കണ്ണുകളും, ആയിരക്കണക്കിന് കൈകളും പാദങ്ങളുമുള്ള ഒരു ദിവ്യനാഗമാണ്. എല്ലാ അവതാരങ്ങളുടെയും ബീജവും ഭൗതിക ലോകത്തിന്റെ കാരണവുമാണ് അവിടുന്ന്. ഭാവാർത്ഥം. ഗർഭോദക സായി വിഷ്ണുവിന്റെ വിയർപ്പ് കൊണ്ട് സൃഷ്ടിച്ച സമുദ്രത്തിൽ വിഷ്ണുവിന്റെ സമഗ്ര വിസ്തരണമായ ശേഷനിൽ ശയിക്കുന്ന ഭഗവാനെ ശ്രീമദ് ഭാഗവതത്തിലും 4 വേദങ്ങളിലും താഴെ കൊടുത്തിട്ടുള്ളതുപോലെ വർണ്ണിച്ചിരിക്കുന്നു. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാത്രിഷ്ടാദ ശാംഗൂലം. അനന്തശയനമെന്ന് വിളിക്കപ്പെടുന്ന വിഷ്ണു രൂപത്തിന് ആയിരക്കണക്കിന് കൈകളും കാലുകളും ആയിരക്കണക്കിന് കണ്ണുകളും ഉണ്ട്. ഭൗതിക ലോകത്തിലെ എല്ലാ അവതാരങ്ങളുടെയും സജീവ ഉത്പാദകനും അവിടുന്ന് തന്നെയാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീ ഗർഭോദക സായി വിഷ്ണു അദ്ദേഹം അനന്തശേഷൻ്റെ മുകളിൽ കിടക്കുന്നു. അനന്തശേഷനാണ് അദ്ദേഹത്തിൻ്റെ ബെഡ് ആക്ച്വലി. അനന്തശേഷൻ ആരാണെന്ന് ഇവിടെ പറയുന്നു? ശേഷനാഗം. അദ്ദേഹം ഭഗവാന്റെ തന്നെ വിസ്തരണമാണ്. അപ്പോൾ ശേഷനാഗം, അനന്തശേഷന് ആയിരക്കണക്കിന് തലകൾ, ആയിരക്കണക്കിന് മുഖങ്ങൾ, ആയിരക്കണക്കിന് കണ്ണുകൾ, ആയിരക്കണക്കിന് കൈയും കാലും ഒക്കെ, അങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള ഒരു സർപ്പമാണ് അനന്തശേഷ്. ആ അനന്തശേഷൻ്റെ മുകളിലാണ് ഭഗവാൻ വിഷ്ണു കിടക്കുന്നത്. ആ വിഷ്ണുവാണ്, ആ ഗർഭോദക സായി വിഷ്ണുവാണ് എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നു. ഇപ്പം ഇവിടെ ഗർഭോദക സായി വിഷ്ണു ആണ് അദ്ദേഹത്തിൽ നിന്നാണ് അവതാരങ്ങൾ വരുന്നത്. അദ്ദേഹമാണ് ഈ ഭൗതിക ലോകത്തിൻ്റെ കാരണം, ജഗത് കാരണ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, അപ്പോൾ അത് കാരണോദക സായി വിഷ്ണു അല്ലേ, അല്ലെങ്കിൽ ക്ഷീരോദക സായി വിഷ്ണു ആണോ? അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വേണ്ട. 3 പേരെയും നമ്മൾ ആക്ച്വലി പറയുകയാണെങ്കിൽ 3ഉം പുരുഷ അവതാരങ്ങളാണ്. അപ്പോൾ ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കാണാം. പക്ഷേ അത് വേറെ ആയിട്ട് തെറ്റി പറയുന്നതല്ല ആക്ച്വലി. അതങ്ങനെയാണ്. ഗർഭോദക സായി വിഷ്ണു ആണെങ്കിലും ക്ഷീരോദക സായി വിഷ്ണു ആണെങ്കിലും കാരണോദക സായി വിഷ്ണു ആണെങ്കിലും അവരെല്ലാവരും തന്നെ ഭഗവാൻ ജഗത് കാരണം, സർവ്വകാരണങ്ങളെ കാരണമെന്ന് പറയുന്നതിന് തെറ്റില്ല. കാര്യം ഇവരെല്ലാം ഭഗവാന്റെ വിസ്തരണങ്ങളാണ്. ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദി പറയുന്നു, ഗർഭോദക സായി വിഷ്ണു കിടക്കുന്ന ശേഷനാഗം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ വിസ്തരണമാണ് എന്ന് പറയുന്നു. പിന്നെ ഭാഗവതത്തിലും വേദങ്ങളിലും പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വദോ വൃത്വ ത്യതിഷ്ഠാത് ദശാങ്കുലം. അപ്പോൾ ആ അനന്തശയന അദ്ദേഹത്തിന് ആയിരക്കണക്കിന് കൈകളും കണ്ണുകളും കാലുകളും ഒക്കെയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം അനന്തശേഷു വിഷ്ണുവിൻ്റെ വിസ്തരണമാണ്. അദ്ദേഹം അതുകൊണ്ട് പറയുന്നു, ചില സമയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അവതാരങ്ങൾ വരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ആക്ച്വലി അദ്ദേഹം ഭഗവാന്റെ വിസ്തരണമാണ് ആക്ച്വലി. സോ ഇവിടെ അതാണ് അനന്തശയന
എന്ന് പറയുന്നത് 1000 കണ്ണുകളും കാലുകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഇവിടെ ഈ ശ്ലോകത്തിലെ അർത്ഥം വരുന്നത് എല്ലാ അവതാരങ്ങളും ഭൗതിക ലോകത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ പ്രോപ്പർലി ഭഗവത് തത്വം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇല്ലാതെ നമ്മൾ ഇവരെ എല്ലാവരും സെപ്പറേറ്റ് വേറെ വേറെ വ്യക്തികളാണെന്ന് കാണുമ്പോഴാണ് അതെന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞില്ലേ, ഇവിടെ നിന്നല്ലേ അവതാരം വരുന്നത്, അപ്പോൾ അതെന്താ അങ്ങനെ? ഒന്നുമില്ല, എല്ലാം അങ്ങനെ തന്നെ. ഒരു കൺഫ്യൂഷനും വേണ്ട ആ കാര്യത്തിൽ. തത്വമെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നാളെ ശ്രീരാമചന്ദ്രനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും അവരെല്ലാവരും തത്വത്തിൽ ഒന്നാണ്. അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സ്തുതികൾ കേൾക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കും സർവ്വകാരണങ്ങളുടെയും കാരണം ശ്രീരാമചന്ദ്ര ഭഗവാനാണ്, ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് ശ്രീരാമനാണെന്ന് പറയും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ശ്രീരാമൻ തന്നെയാണോ, അത് വിഷ്ണു അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടുപേരെയും വേറെ തിരിച്ച് കാണുന്നു. അതിൻ്റെ അർത്ഥം തത്വം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ വായിക്കുമ്പോഴൊക്കെ നമ്മളത് പ്രോപ്പർലി മനസ്സിലാക്കാൻ നോക്കുക. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. 102 താര നാഭി പത്മ ഹൈത്തെ ഉഠില ഏക പത്മ സെയ് പത്മേ ഹൈല ബ്രഹ്മാര ജന്മ സദ്മ. വേറൊരു കാര്യം കൂടെ പറയുന്നതിനേക്കാൾ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഗവതത്തിൽ ചില ഭാഗങ്ങളിൽ വൈകുണ്ഠം, ഗോലോകത്തെ ചിലപ്പോൾ വൈകുണ്ഠം എന്ന് പറയുന്ന കേൾക്കാം, അല്ലെങ്കിൽ ഗോലോകം എന്ന് എടുത്ത് പറയുന്നുണ്ടാവില്ലേ ഭാഗവതത്തിൽ, വൈകുണ്ഠ ഗ്രഹങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ആളുകൾക്ക് സംശയവും, അപ്പോൾ അത് എന്തോ അങ്ങനെ പറയുന്നത്, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ സ്ഥലമല്ലേ, കൃഷ്ണൻ്റെ സ്ഥലമല്ലല്ലോ. ഇങ്ങനെയും കൺഫ്യൂഷൻ വരുന്നത് കാണാറുണ്ട്. സോ തത്വം മനസ്സിലാക്കി വെക്കണം. വൈകുണ്ഠ ലോകങ്ങളെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ ആധ്യാത്മിക ലോകങ്ങളും വൈകുണ്ഠ ലോകങ്ങളെന്ന് വിളിക്കും നമ്മൾ. ഗോലോക വൃന്ദാവനം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കൃഷ്ണൻ ഇരിക്കുന്ന സ്ഥലം ഗോലോക വൃന്ദാവനം, ശരി. എന്നാൽ വൈകുണ്ഠ ലോകങ്ങളെന്ന് കോമൺ ടെർമിനോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അതാണ് വീണ്ടും അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, 202 താര നാഭി പത്മ ഹൈത്തെ ഉഠില ഏക പത്മ സെയ് പത്മേ ഹൈല ബ്രഹ്മാര ജന്മ സദ്മ. ഹരേ കൃഷ്ണ പ്രഭു. താൻഡ്രനാഭി പത്മ ഹൈത്തെ ഉഠില ഏക പത്മ സെയ് പത്മേ ഹൈല ബ്രഹ്മാര ജന്മ സദ്മ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുത്തെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂ വളരുകയും അത് ബ്രഹ്മാവിന്റെ ജന്മസ്ഥലമായി തീരുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെ ഗർഭോദക സായി വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഒരു പത്മം വരുന്നു. അവിടെ ആണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. സെയ് പത്മനാലേ ഹൈല 14 ഭുവന തേഹോ ബ്രഹ്മഹായ സൃഷ്ടി കരില സൃജന. ഹരേ കൃഷ്ണ. സെയ് പത്മനാളെ ഹൈല 14 ഭുവന തേൻഹോ ബ്രഹ്മഹന സൃഷ്ടി കരില സൃജന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ആ പത്മത്തിന്റെ നാളത്തിലായിരുന്നു 14 ലോകങ്ങളും. അപ്രകാരം ബ്രഹ്മാവിന്റെ രൂപത്തിൽ അവിടുന്ന് സമസ്ത ഭൗതിക പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ആ നാഭി പത്മത്തിൽ നിന്നാണ് ആര് വരുന്നത്? ബ്രഹ്മാവ് വരുന്നത്. അങ്ങനെ പിന്നീട് ബാക്കിയുള്ള സൃഷ്ടി, സെക്കൻഡറി ക്രിയേഷൻ പിന്നെ ചെയ്യുന്നത് ആരാണ്? ബ്രഹ്മാവാണ് ചെയ്യുന്നത്. വിസർഗം എന്ന് പറയും. വിഷ്ണു രൂപ ഹായ കരേ ജഗത് പാലനെ ഗുണാതീത വിഷ്ണു സ്പർശ നഹി മായ ഗുണേ. ഹരേ കൃഷ്ണ. വിഷ്ണു രൂപ ഹനാകരെ ജഗത് പാലനെ ഗുണാതീത വിഷ്ണു സ്പർശ നാഹി മായ ഗുണേ. വിവർത്തനം ഭാവാർത്ഥം മേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. വിഷ്ണു ഭഗവാൻ എന്ന നിലയിൽ അവിടുന്ന് ലോകത്തെ സംരക്ഷിക്കുന്നു. അവിടുന്ന് ഭൗതിക ഗുണങ്ങൾക്കെല്ലാം അതീതനായതിനാൽ മായാഗുണങ്ങളുമായി യാതൊരു സമ്പർക്കവും അവിടുന്നില്ല. ഭാവാർത്ഥം. വിഷ്ണു ഭൗതിക ലോകത്തിലെ സത്വഗുണത്തിന്റെ ആണെങ്കിലും അവിടുന്ന് സത്വഗുണത്താൽ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ലെന്നും തന്റെ പരമേച്ഛയാൽ ആ ഗുണത്തെ നിയന്ത്രിക്കുക മാത്രമാണ് അവിടുന്ന് ചെയ്യുന്നതെന്നും ശ്രീ ബലദേവ വിദ്യാഭൂഷണൻ പറയുന്നു. എല്ലാ ജീവസത്തകൾക്കും ഭഗവാന്റെ ഇച്ഛയാൽ സകല സൗഭാഗ്യങ്ങളും സുഗമമായി കൈവരുമെന്നും പറയപ്പെട്ടിരിക്കുന്നു. അതേ വിഷ്ണു വ്യത്യസ്ത ഗുണങ്ങളെ നിയന്ത്രിക്കുന്നതിന് ബ്രഹ്മാവും ശിവനുമായി വിസ്തരിക്കുന്നുവെന്ന് വാമന പുരാണം പറയുന്നു.
വിഷ്ണു ഭഗവാൻ സത്വഗുണം വളർത്തുന്നതിനാൽ അവിടുന്ന് സത്വധനു എന്ന നാമമുണ്ട്. ക്ഷീരോദകശായി വിഷ്ണുവിന്റെ വൈവിധ്യമുള്ള അവതാരങ്ങൾ സത്വധനുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനാൽ എല്ലാ വൈദിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വിഷ്ണുവിനെ ഭൗതിക ഗുണങ്ങളിൽ നിന്ന് മുക്തനെന്നാണ് വിവരിച്ചിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധത്തിൽ ഇങ്ങനെ പറയുന്നു: ഹരിർ ഹി നിർഗുണ സാക്ഷാൽ പുരുഷ പ്രകൃതേ പരഃ സർവദൃഷ്ട തം ഭജൻ നിർഗുണോ ഭവേത്. ഭഗവാൻ ഹരി എല്ലായ്പ്പോഴും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ കളങ്കപ്പെടാത്തവനാണ്. കാരണം അവിടുന്ന് ഭൗതിക സൃഷ്ടിക്ക് അപ്പുറത്താണ്. അവിടുന്ന് ബ്രഹ്മാവ് ആദിയായ ദേവന്മാരുടെ എല്ലാം ജ്ഞാനത്തിന്റെ പ്രഭവമാണ്, എല്ലാറ്റിന്റെയും സാക്ഷിയുമാണ്. അതിനാൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നവനും പ്രകൃതിയുടെ കളങ്കത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. ഭാഗവതം 10:88-5. വിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ ഒരുവന് ഭൗതിക പ്രകൃതിയുടെ കളങ്കത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയുന്നു. അതുകൊണ്ട് മുകളിൽ പറഞ്ഞതുപോലെ അവിടുന്ന് സത്വധനു എന്ന് വിളിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിഷ്ണു വിഷ്ണുവാണ് സൃഷ്ടി നടത്തുന്നത്. ഇപ്പോൾ ഭഗവാൻ വിഷ്ണു, ഇപ്പോൾ ഇവിടെ ഗർഭോദകസായ വിഷ്ണുവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബാക്കി സൃഷ്ടികളെല്ലാം അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ നമുക്കറിയാം ഭഗവാൻ വിഷ്ണു സത്വഗുണത്തിൻ്റെ അധിഷ്ഠാത്രി ദേവനായിട്ട് വിസ്തരിക്കുന്നുണ്ട് അല്ലേ? ഗുണാവതാരമായിട്ട് പറയുമ്പോൾ ഗുണാവതാരമായിട്ട് 3 വ്യക്തികളെയാണ് പറയുന്നത്. ഒന്ന് വിഷ്ണു പരിപാലനം, സൃഷ്ടി ബ്രഹ്മാവ്, സംഹാരം ശ്രീ മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ അല്ലേ? അപ്പോൾ ഇവർ 3 പേരുമാണ് അധിഷ്ഠാത്രി ദേവന്മാർ. ഈ 3 കാര്യങ്ങളുടെയും ഇവരുടെ സൃഷ്ടി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശ്രീല ബലദേവ് വിജയഭൂഷൺ അതാണ് പറയുന്നത്. ഇവൻ ശ്ലോകത്തിലും പറയുന്നു, വിഷ്ണു ആക്ച്വലി ആ അധിഷ്ഠാത്രി ദേവൻ, അത് സത്വഗുണത്തിൻ്റെ അധിഷ്ഠാത്രി ദേവനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം സത്വഗുണം ഒന്നും വിഷ്ണുവിനെ ബാധിക്കുന്നില്ല. കാര്യം സത്വഗുണം, രജോഗുണം, തമോഗുണം ഭൗതിക ലോകത്തിലെ ഗുണങ്ങളാണ്. അത് ത്രിഗുണങ്ങൾ ഭൗതിക ലോകത്തിലുള്ളതാണ്. ഭഗവാൻ വിഷ്ണു അതീതമാണ് ഇതിനെല്ലാം. ഭഗവാൻ വിഷ്ണു അതീന്ദ്രിയ തലത്തിലാണ്, ആധ്യാത്മിക തലത്തിലാണ്. അദ്ദേഹം സ്പിരിച്വലാണ് കംപ്ലീറ്റ്ലി. അദ്ദേഹത്തെ ഈ ഗുണങ്ങളൊന്നും ബാധിക്കാൻ പോകുന്നില്ല, ഇൻക്ലൂഡിങ് സത്വഗുണം. എന്നാൽ സത്വഗുണം അദ്ദേഹമാണ്, അദ്ദേഹത്തിലൂടെയാണ് സത്വഗുണം ഈ ലോകത്തും വരുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സത്വതനു എന്ന് വിളിക്കുന്നു. സത്വഗുണം വരുന്നത് ഈ ലോകത്തിൽ ഭഗവാൻ വിഷ്ണുവിൽ നിന്നാണ്. അദ്ദേഹം തന്നെയാണ് പരിപാലനം ചെയ്യുന്നതും. എന്നാൽ ഈ ത്രിഗുണങ്ങളൊന്നും തന്നെ ഭഗവാനെ തൊടുന്നേയില്ല, സ്പർശിക്കുന്നേയില്ല. അതാണ് കാര്യം. വിശുദ്ധ സത്വഗുണത്തിലാണ് അവരുള്ളത്. അവരെല്ലാവരും വിശുദ്ധ സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ളതല്ല, ഭൗതിക ലോകമായിട്ട് ബന്ധമില്ല, പൂർണ്ണമായിട്ടും ആധ്യാത്മിക തലത്തിലുള്ളതാണ്. അതാണ് ഈ ഭാവാർത്ഥത്തിൽ ശില പ്രഭുപാദി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നത്. അപ്പോൾ സത്വതനു എന്ന് എന്തുകൊണ്ട് വിഷ്ണുവിന് പേര് വരുന്നു എന്നുള്ളത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നു. പിന്നെ മനോഹരമായിട്ടുള്ള ശ്ലോകം ഭാഗവത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഹരിർഹി നിർഗുണ സാക്ഷാത് പുരുഷ പ്രകൃതേ പരഃ സ സർവദൃഗ് ഉപാദൃഷ്ട തം ഭജൻ നിർഗുണോ ഭവേത്. ഇവിടെ നിർഗുണൻ എന്ന് വിളിക്കുന്നത് വേറെ ഒന്നുമല്ല. നിർഗുണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള ഒരു ഗുണങ്ങളുമില്ല. നിർഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മായാവാദികൾ പറയുന്ന പോലെ നിർഗുണനാണ് ഭഗവാൻ. അതെ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിർഗുണനാണ്. അതിൻ്റെ അർത്ഥം ഒരു ഗുണങ്ങളുമില്ല, അതിൻ്റെ അർത്ഥം ഭഗവാന് രൂപമില്ല എന്നുള്ളതല്ല. അങ്ങനെയല്ല അർത്ഥം. നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഒരു ഗുണങ്ങളും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹം അതിൽ നിന്നൊക്കെ മുക്തനാണ്, അല്ലെങ്കിൽ അതീതമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് വിഷ്ണു, ഭഗവാൻ വിഷ്ണു. 105 രുദ്രരൂപധരി കരേ ജഗത് സംഹാര സൃഷ്ടിസ്ഥിതി പ്രളയ ഇച്ഛായ യാഹര. ഹരേ കൃഷ്ണ. രുദ്രരൂപധരി കരേ ജഗത് സംഹാര സൃഷ്ടി സ്ഥിതി പ്രളയ ഇച്ഛായ യാഹര. വിവർത്തനം and ഭാവാർത്ഥം by His Divine Grace A.C. Bhaktivedanta Swami Prabhupada. Srila Prabhupada ki jai.
വിവർത്തനം: രുദ്രന്റെ രൂപം കൈക്കൊണ്ട് അവിടുന്ന് സൃഷ്ടിയുടെ സംഹാരം നടത്തുന്നു. അപ്രകാരം സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ അവിടുത്തെ ഇച്ഛയാൽ നടക്കുന്നു. ഭാവാർത്ഥം: മഹേശ്വരൻ അഥവാ പരമശിവൻ വിഷ്ണുവിന് തുല്യനല്ലെങ്കിലും ഒരു സാധാരണ ജീവസത്തയുമല്ല. വിഷ്ണു ഭഗവാനെയും മഹാദേവനെയും താരതമ്യപ്പെടുത്തുമ്പോൾ വിഷ്ണു പാൽ പോലെയാണെന്നും ശിവൻ തൈര് പോലെയാണെന്നും ബ്രഹ്മസംഹിത പറയുന്നു. തൈര് പാൽ പോലെയല്ല, എന്നിരുന്നാലും അത് പാലുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. രുദ്രരൂപ ധരി കരെ ജഗത് സംഹാർ, സൃഷ്ടി സ്ഥിതി പ്രളയ ഇച്ഛായഹാർ. ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ് വിസ്തരിക്കുന്നത് ആക്ച്വലി. ഇപ്പോൾ ഭഗവാൻ വിഷ്ണു, അതുകൊണ്ടാണ് ഗുണാവതാരം എന്നും ഗുണാവതാരങ്ങളെന്ന് വിളിക്കുമ്പോൾ സംഹാരത്തിൻ്റെ കാര്യം ശിവനെ ഏൽപ്പിച്ചിട്ടുള്ളതും. ശിവൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു ഈ ശ്ലോകത്തിൽ. ഇതിനു മുമ്പ് നമ്മൾ പല സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ജീവസത്വമല്ല, ഒരു ജീവസത്തല്ല അദ്ദേഹം ശിവതത്വമാണ്. ജീവതത്വത്തിൽ വരുന്നതല്ല അദ്ദേഹം. ഭഗവത് തത്വമാണോ എന്ന് ചോദിച്ചാൽ ഭഗവത് തത്വമല്ല, എന്നാൽ ജീവതത്വമല്ല. രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥയാണ്. എന്നാലും അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ആധ്യാത്മിക തലത്തിൽ തന്നെയാണ്, അതീന്ദ്രിയ തലത്തിലുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടിയാണ്, ജോലിയാണ് സംഹാരം എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം മഹാദേവന്, ശിവന് തമോ ഗുണമുണ്ടോ എന്നുള്ളതല്ല, അത് ഒരിക്കലുമില്ല. അദ്ദേഹം ശുദ്ധസത്വഗുണത്തിലുള്ള വ്യക്തിയാണ്. വൈഷ്ണവാനാം യഥാ ശംഭു, വൈഷ്ണവിൽ വെച്ച് ഏറ്റവും വരിഷ്ഠനായിട്ടുള്ള വൈഷ്ണവനാണ് ഭഗവാൻ ശിവൻ. ഭഗവാൻ ശിവൻ സാധാരണ ഒരു വ്യക്തിയല്ല. എന്നാൽ വിഷ്ണുവുമായിട്ട് അല്ലെങ്കിൽ കൃഷ്ണനുമായിട്ട് താരതമ്യം ചെയ്യുവാണെങ്കിൽ, ഒരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ, ബ്രഹ്മസംഹിത അതിന് വളരെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. വിഷ്ണു എന്ന് പറയുന്നത് പാലാണെങ്കിൽ പാലിൽ നിന്നാണ് തൈര് ഉണ്ടാവുന്നത്. അതേപോലെ വിഷ്ണു പാലാണെങ്കിൽ ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ്. എന്നാൽ തൈരാണെങ്കിലും പാലാണെങ്കിലും തമ്മിൽ രണ്ടും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ തൈരിനെയും പാലിൻ്റെ ഉൽപ്പന്നമായിട്ട് കണക്കാക്കാൻ സാധിക്കും. അതുകൊണ്ട് ശിവനെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശമായിട്ട് കാണാം, അല്ലെങ്കിൽ അങ്ങനെയാണ് കാണേണ്ടത് എന്നാണ് പറയുന്നത്. ആണ് ഇവിടെ ഭഗവാൻ ശിവനെ കുറിച്ച് പറയുന്നത്. ഹിരണ്യഗർഭ അന്തര്യാമി ജഗത് കാരണ, യാര അംശ കരി കരെ വിരാട്ട കൽപ്പന. ഹരേ കൃഷ്ണ പ്രഭു. ഹിരണ്യഗർഭ അന്തര്യാമി ജഗത് കാരണ, യന്ത്ര അംശ കരി കരെ വിരാട കൽപ്പന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുന്നാകുന്നു ജഗത് കാരണമായ ഹിരണ്യഗർഭനായ പരമാത്മാവ്. വിരാട് വിശ്വരൂപം അവിടുത്തെ വിസ്തരണമായാണ് കൽപ്പിക്കപ്പെടുന്നത്. ഹരേ കൃഷ്ണ. ഹിരണ്യഗർഭ, അദ്ദേഹം പരമാത്മാവാണ്. ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ വിഷ്ണു പരമാത്മാവാണ്. ഹിരണ്യഗർഭം എന്നും അദ്ദേഹത്തെ വിളിക്കുന്നു. ഈ ഭൗതിക ലോകം മുഴുവനും അദ്ദേഹമാണ് സൃഷ്ടിക്കുന്നത്. എന്തിനു പറയണം, വിശ്വരൂപം എന്ന് പറയുന്നതും ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പാൻഷനായിട്ട് പറയാം, വിസ്തരണമായിട്ട് പറയാൻ സാധിക്കും. വിശ്വരൂപം എന്ന് പറയുന്ന ആ വിരാട്ട കൽപ്പന, ആ കൺസെപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ വിശ്വരൂപം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു രൂപമാണ് എന്നുള്ളത്. കാര്യം ആധ്യാത്മിക ലോകത്ത് ഭഗവാൻ അങ്ങനെ ഒരു രൂപമില്ല, അല്ലേ? അപ്പോൾ ഭൗതിക ലോകത്തിൻ്റെ മുഴുവനും എല്ലായിടത്തും ചരാചരങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ടെമ്പററി മാനിഫെസ്റ്റേഷനാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിശ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ വിഷ്ണു എന്ന് പറയുന്നത് ടെമ്പററി അല്ല. ഇവിടെ പറയുന്ന ഗർഭോദകസായ വിഷ്ണു ആണെങ്കിലും ക്ഷീരോദസായ വിഷ്ണു ആണെങ്കിലും കാരണോദകസായ വിഷ്ണു ആണെങ്കിലും അത് ടെമ്പററി ഫോം അല്ല, ആക്ച്വലി ഒറിജിനൽ ഫോമാണ് അദ്ദേഹം അതൊക്കെ. എന്നാൽ വിശ്വരൂപം എന്ന് പറയുന്നത് വിരാട്ട കൽപ്പന, അത് ഒരു കൺസെപ്ഷൻ. എന്നാൽ ആ കൺസെപ്ഷൻ എവിടെ നിന്ന് വരുന്നു? ഈ ഭഗവാൻ വിഷ്ണുവിൽ നിന്നാണ് വരുന്നത്. ഹേന നാരായണയറ അംശേര അംശ സേയ് പ്രഭു നിത്യാനന്ദ സർവ അവതംശ. ഹരേ കൃഷ്ണ. ഹേന നാരായണയാൻര അംശേര അംശ സേയ് പ്രഭു നിത്യാനന്ദ സർവ അവതംസ. വിവർത്തനം: എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആ നാരായണൻ എല്ലാ അവതാരങ്ങളുടെയും പ്രഭവമായ നിത്യാനന്ദ ബലരാമന്റെ സമഗ്ര വിസ്തരണത്തിന്റെ വിസ്തരണമാണ്.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ നോക്കൂ, അപ്പോൾ നാരായണൻ എന്ന് പറഞ്ഞു, നേരത്തെ വിഷ്ണു എന്ന് പറഞ്ഞു, ഇപ്പം നാരായണൻ എന്ന് പറയുന്നു. ആ നാരായണൻ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ആ നാരായണൻ എന്ന് പറയുന്നത് ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശത്തിൻ്റെ അംശമാണ് എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ചിന്തിക്കേണ്ട, നാരായണൻ ആണോ വിഷ്ണു ആണോ? രണ്ടും രണ്ടല്ലേ? അങ്ങനെ ചിന്തകൾ വേണ്ട. എന്തായാലും ശ്രീ നിത്യാനന്ദ പ്രഭു ഇവരുടെ നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശമാണ് ഇവരെല്ലാവരും, വിഷ്ണു അവതാരങ്ങളും നാരായണനും ഒക്കെ. അതാണ് ഇവിടെ പറയുന്നത്. ദശാംശ ശ്ലോകേര അർത്ഥ കൈല വിവരണ ഏകാദശ ശ്ലോകേര അർത്ഥ ശുനദീയമാന. ഹരേ കൃഷ്ണ. ദശമ ശ്ലോകേര അർത്ഥ കൈല വിവരണ ഏകാദശ ശ്ലോകേര അർത്ഥ ശൂനദീയമന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്രകാരം ഞാൻ 10ാമത്തെ ശ്ലോകം വിസ്തരിച്ചു. ഇനി ദയവായി 11ാമത്തെ ശ്ലോകത്തിന്റെ സാരം പൂർണ്ണ മനസ്സോടെ ശ്രവിച്ചാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ 10ാമത്തെ ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷൻ. 10ാമത്തെ ശ്ലോകം ഏത് 10ാമത്തെ ശ്ലോകമാണ്? നമ്മൾ ഈ ശ്ലോകങ്ങൾ ആദ്യത്തെ അധ്യായത്തിൽ കാണാം. ശ്ലോകങ്ങൾ അല്ലേ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അധ്യായത്തിലെ 14 ശ്ലോകങ്ങളുടെ ഡീറ്റെയിൽസാണ് ആദിലീലയിൽ വരുന്നതൊക്കെ. ബാക്കി വരുന്ന 7 അധ്യായങ്ങൾ ആക്ച്വലി അല്ലേ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ 10ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിനുശേഷം ഇനി 11ാമത്തെ ശ്ലോകം ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ഞാൻ വിസ്തരിക്കാൻ പോവാണ്, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നിങ്ങളെല്ലാവരും കേട്ടോളൂ എന്ന് പറയുന്നു. അപ്പോൾ ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അടുത്ത ആഴ്ചയിൽ അതിനെക്കുറിച്ച് വിസ്തരിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ ചരിതാമൃത की जय, श्री नित्यानंद प्रभु की जय, श्री नित्यानंद बलराम की जय. परम करुणा बहुदुई जन निताय गौरचंद्र. പരമ കരുണ അവതാരമാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. श्रील प्रभुपाद की जय, श्रील कृष्णदास कविराज गोस्वामी की जय, निताय गौर प्रेमानंदे. थैंक यू. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. പ്രണാംസ്. हरे कृष्ण. प्रणाम.